സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വേദഭാഗം വായിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം അധ്യായം 33 6 തിരുവചനം. ഇതാ, നിന്നെപ്പോലെ ഞാനും ദൈവത്തിനുള്ളവൻ, എന്നെയും മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട സത്യവേദ പുസ്തകത്തിലെ ഇയ്യോബിൻ്റെ പുസ്തകം 33 അധ്യായം 6 തിരുവചനത്തിൽ ഒരു ഭക്തൻ മറ്റൊരു ഭക്തനോട് സംഭാഷിക്കുകയാണ്. ഇവിടെ ഈ മനുഷ്യൻ പറയുകയാണ്, ഞാനും നിന്നെപ്പോലെ ദൈവത്തിനുള്ളവനാണ്, മാത്രമല്ല എന്നെയും മണ്ണുകൊണ്ട് ദൈവം നിർമ്മിച്ചിരിക്കുന്നു. മനുഷ്യൻ്റെ സൃഷ്ടി സർവശക്തനായ ദൈവമാണ് നടത്തിയത്. വിശുദ്ധ വേദപുസ്തകത്തിലെ സത്യവേദപുസ്തകത്തിൽ ഇത് വളരെ വിസ്തൃതമായി, വ്യക്തമായി, സ്പഷ്ടമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നു, മുഴുപ്രപഞ്ചത്തെ 6 ദിവസം കൊണ്ട് വിളിച്ചു വരുത്തിയ കർത്താവ് ഒടുവിലായി ത്രിയേക ദൈവം പരസ്പരം ഇങ്ങനെ സംസാരിക്കുകയാണ്, വരിക, നാം നമ്മുടെ ഛായയിൽ, നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്ന്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ത്രിയേക ദൈവം ആദ്യം സൃഷ്ടിച്ച ഭൂമിയിലെ ഒരു പിടി പൊടി അഥവാ മണ്ണ് കരങ്ങളിൽ എടുക്കുകയാണ്. ആ മണ്ണിനെ കളിമണ്ണ് പോലെ മയപ്പെടുത്തി ഒരു പുരുഷരൂപം ഉണ്ടാക്കുകയാണ്. താൻ ഉണ്ടാക്കിയ ആ പുരുഷരൂപത്തിൻ്റെ നാസാരന്ധ്രങ്ങളിൽ ദൈവം ഊതുകയാണ്. ഉടനെ ഇതാ ഒരു പുരുഷൻ നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. ആ മനുഷ്യനെ കൊണ്ട് ദൈവം ആദ്യം സൃഷ്ടിച്ച സകല ചരാചരങ്ങൾക്കും പേരിടുകയാണ്. ആദ്യ മനുഷ്യൻ അഥവാ ആദം വിളിച്ചതെല്ലാം എല്ലാറ്റിനും പേരായി മാറുകയാണ്. എന്നാൽ തനിക്ക് ഇണയായി, തുണയായി ആരെയും അവൻ കാണുന്നില്ല. അവൻ്റെ മുഖത്ത് കണ്ട ആ നിരാശ ദൈവം മനസ്സിലാക്കിക്കൊണ്ട് അവനെ ഒരു ഗാഠനിദ്രയിലേക്ക് നയിക്കുകയാണ്. അവൻ ഗാഠനിദ്രയിലായപ്പോൾ അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് ഒരു സ്ത്രീയായി മനഞ്ഞ് അവന് ഭാര്യയായി നൽകുകയാണ്. ഇങ്ങനെ ആദ്യ വിവാഹമെന്ന് പറയാം, ആദ്യ കുടുംബമെന്ന് പറയാം, ദൈവം നിർമ്മിക്കുകയാണ്. അവരിൽ നിന്നാണ് ഇന്ന് ഈ ഭൂമിയിൽ കാണുന്ന സകല മനുഷ്യരും സൃഷ്ടിക്കപ്പെട്ടത്. പല ജാതികളായി, കുലങ്ങളായി, ഗോത്രങ്ങളായി, വംശങ്ങളായി അവർ വ്യാപിക്കുവാനിടയായി. ഇവിടെ നാം ആദ്യം വായിച്ചു കേട്ട വചനത്തിലേക്ക് ഒന്ന് തിരിച്ചു വരുമ്പോൾ, ഈ 2 ഭക്തന്മാർ തമ്മിലുള്ള സംഭാഷണത്തിൽ അവർ പറയുന്ന ഈ സത്യം നാം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. നാം ദൈവത്തിനുള്ളവരാണ്. എന്തുകൊണ്ടെന്നാൽ നമുക്കൊരു സൃഷ്ടാവുണ്ട്. സർവശക്തനായ ദൈവമാണ് നമ്മുടെ സൃഷ്ടാവ്. ആ ഒരു ബോധ്യം നമ്മെ ദൈവഭയത്തിലും ദൈവത്തിന് വിധേയപ്പെട്ടും ദൈവഭക്തിയിലും ദൈവസ്നേഹത്തിലും ദൈവത്തിന് ഞാൻ കടപ്പെട്ടവനാണ്, ഞാൻ കടപ്പെട്ടവളാണ് എന്നുള്ള ബോധ്യത്തിൽ സുബോധത്തോടെ ജീവിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കും. ഇന്ന് പോൽക്കാലം
നാം നമ്മെ തന്നെ ദൈവകരങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. മണ്ണുകൊണ്ട് നാം മെനയപ്പെട്ടെങ്കിലും നമ്മെ നിർമ്മിച്ചത് ഒരു സാധാരണ മനുഷ്യനല്ല, പ്രത്യുത സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തിന് നമ്മെക്കുറിച്ച് വലിയ പദ്ധതിയാണുള്ളത്. ആ പദ്ധതിക്ക് നാം നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചാൽ മതിയാകും. ആമേൻ.